ശബരിമല സ്വർണ്ണമോഷണ കേസ് SIT അന്വേഷണത്തിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. അന്വേഷണം നന്നായി നടക്കണമെന്ന് മാത്രമേ കോടതിക്കുള്ളൂവെന്നും പൊതുബോധം എന്താണെന്ന് കോടതിയെ ബാധിക്കുന്ന കാര്യമല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഏത് സാഹചര്യത്തിലാണ് കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞത്? വിശദാംശങ്ങൾ. ഷമ്മി, അതായത് ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ, ഹിന്ദു ഐക്യവേദി തുടങ്ങി 6 പേരുടെ ഹർജിയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ അതിനോട് അനുകൂലമായല്ല കോടതി പ്രതികരിച്ചിരുന്നത്. SIT അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് നടക്കുന്നത്, അത് തൃപ്തികരമാണ്. CBI ഏതെങ്കിലും കേസിൽ നല്ലവണ്ണം അന്വേഷിച്ച് പ്രതിയെ പിടിച്ച് ഒരു 5 കേസെങ്കിലും സമീപകാലത്ത് പറയാൻ പറ്റുമോ എന്നൊക്കെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഹർജിക്കാരനോട് ചോദിച്ച കേസാണിത്. ആ കേസാണ് ഇന്ന് വീണ്ടും കോടതിയിലെത്തിയത്. അപ്പോൾ കോടതി വാദത്തിനിടെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട ആരോപണം, ഇത് അന്വേഷണം നല്ല നിലയിലല്ല നടക്കുന്നത്, പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിക്കുന്നു, കുറ്റപത്രം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പോരാ, CBI അന്വേഷിച്ചേ പറ്റൂ, ചില ആളുകളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെയായിരുന്നു ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹർജിക്കാരുടെ അഭിഭാഷകൻ്റെ വാദം. പക്ഷേ കോടതി അതിനോട് പറഞ്ഞത്, ഏതായാലും ഈ അന്വേഷണം അങ്ങനെ നടക്കട്ടെ, SIT ആണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്, അത് നല്ല നിലയിൽ നടക്കുന്നു, അത് മുന്നോട്ട് പോകട്ടെ, അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാമല്ലോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് ഇതിൽ ജാമ്യം ലഭിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് എന്ന് പറഞ്ഞാൽ, അന്വേഷണം തീർന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അന്വേഷണം പൂർത്തിയാകാത്തതിന് കാരണം ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കാത്തതാണ്. ആദ്യം VSSയിൽ നിന്ന് ശാസ്ത്രീയ പരിശോധന ലഭിച്ചിരുന്നു, അത് അപര്യാപ്തമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഏറ്റവും മുൻനിര ലാബുകളിൽ പരിശോധനയ്ക്ക് അയച്ചത്. രാജ്യത്ത് തന്നെ ഏറ്റവും നിരയിലുള്ള 2 ലാബുകളിലാണ് കോടതിയുടെ അനുമതിയോടുകൂടി SIT സംഘം അന്വേഷണത്തിന് ഈ സാമ്പിളുകൾ അയച്ചിരിക്കുന്നത്. അത് വൈകുക സ്വാഭാവികമാണ്, അത് വൈകുന്നതുകൊണ്ടാണ് അന്വേഷണവും വൈകുന്നത്, അല്ലാതെ വേറെന്തെങ്കിലും കാരണമല്ല. അന്വേഷണത്തെ ഒരു തരത്തിലും അട്ടിമറിക്കുന്നു എന്ന് കോടതി കരുതുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കോടതിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ കോടതി മുമ്പാകെ ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്, ആളുകൾ ഇക്കാര്യത്തിൽ ആശങ്കാകുലരാണ്, ഈ ഒരു പൊതുജനങ്ങൾക്കിടയിൽ ഇതിൽ ബുദ്ധിമുട്ടുണ്ട്, അതിന് പൊതുബോധം ഈ അന്വേഷണം നല്ല നിലയിൽ നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു, പൊതുബോധം എന്താണെന്നുള്ളത് കോടതിയെ ബാധിക്കുന്ന പ്രശ്നമല്ല, കോടതിക്ക് ആകെയുള്ളത് ഇത് നല്ല നിലയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം, പ്രതികളെ പിടികൂടണം എന്ന് മാത്രമാണ്, അല്ലാതെ പൊതുബോധം കോടതിയെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് അസന്നിഗ്ധമായി ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് ഏതായാലും അറിയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ ഹർജിക്കാരൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം, ഈ SITയിൽ നിന്ന് അന്വേഷണം മാറ്റി CBIയിലേക്ക് കൊണ്ടുപോകണം, ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, എങ്കിൽ മാത്രമേ ഇതിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ കഴിയൂ എന്നൊക്കെയായിരുന്നു കോടതിയുടെ ഹർജിക്കാരുടെ വാദം. പക്ഷേ കോടതി അതൊന്നും അംഗീകരിച്ചില്ല. SIT ഇപ്പോൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അന്വേഷണം, അത് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ്, അതുകൊണ്ട് ഒരാശങ്കയ്ക്കോ അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് അസന്നിഗ്ധമായി കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ SITയുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു, എന്നത്തേക്ക് റിപ്പോർട്ട് നൽകാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ, ഒരു പക്ഷേ പരിശോധനാ ഫലം ഉടനെ ലഭിച്ചേക്കും എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. സാലി, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഇടപെടില്ല എന്നുള്ളതാണ് ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. CBIക്ക് കേസ് വിടണം, അന്വേഷണം വിടണം എന്നുള്ള വാദത്തിലാണ് കോടതി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.